നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യത്തിലൂടെ ലോക മലയാളികളുടെ മനസ്സിൽ കയറിപ്പറ്റി. ആ ശബ്ദവും മുഖവും അറ്റ്ലസ് ജ്വല്ലറി ഉടമയുമായ അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടും അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു. തിരിച്ചുവരാൻ മോഹിച്ചിട്ടും നാടു കാണാതെ ആ മടക്കം. അറ്റ്ലസ് രാമചന്ദ്രൻ വിട പറയുമ്പോൾ വലിയൊരു ജീവിതമാണ് ഇല്ലാതാകുന്നത്. പ്രവാസി വ്യാപാര പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രന്റെ അന്ത്യം പ്രവാസികൾക്ക് വേദനയായിരിക്കുകയാണ്. 80 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിലെ ആസ്റ്റർ മൻഖുൽ ഹോസ്പിറ്റലിൽ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്നു. തൃശൂർ മുല്ലശ്ശേരി മധുക്കര സ്വദേശിയാണ്. വൈശാലി, വസ്തുഹാര, സുഹൃതം തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു. അറബിക്കഥ ഉൾപ്പെടെ ഏതാനും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാര്യ ഇന്ദിര, മക്കൾ ഡോക്ടർ മഞ്ജു, ശ്രീകാന്ത്. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മുഖമാണ് അറ്റ്ലസ് രാമചന്ദ്രന്റേത്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം കേട്ടിട്ടുള്ള ഒരാൾ പോലും ആ മുഖം മറക്കാൻ സാധ്യതയില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ സ്വർണ്ണാഭരണ വ്യവസായി എന്ന നിലയിൽ സുപ്രസിദ്ധനായിരുന്നു എം രാമചന്ദ്രൻ. നല്ല നിലയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ സംഭവിച്ച കോടികളുടെ കടബാധ്യത അറ്റ്ലസ് രാമചന്ദ്രനെ വലിച്ചിരുന്നു. കടബാധ്യതകളെ തുടർന്ന് അദ്ദേഹം ജയിലിൽ ശിക്ഷയും നേരിടേണ്ടി വന്നിരുന്നു. വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്ത 55 കോടിയിലേറെ ദൃഹത്തിന്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് 2015 ഓഗസ്റ്റിൽ അറസ്റ്റിലായിരുന്നു. ദുബായ് കോടതി അറ്റ്ലസ് രാമചന്ദ്രന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മോചനത്തിനായി പരിശ്രമിച്ചിരുന്നു. കാനറ ബാങ്ക് ജീവനക്കാരനായാണ് അറ്റ്ലസ് രാമചന്ദ്രൻ കരിയർ ആരംഭിച്ചത്. 1974 മാർച്ചിലാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് പോകുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിലെ ജോലിക്കിടയിലാണ് ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. 1981 ഡിസംബറിലാണ് അറ്റ്ലസ് രാമചന്ദ്രൻ ആദ്യത്തെ ജ്വല്ലറി തുടങ്ങിയത്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പിന് UAE, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലായി 48 ശാഖകൾ ഉണ്ടായിരുന്നു. പ്രവാസികൾക്കിടയിലെ മികച്ച സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഗൾഫ് മേഖലയിലെ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ അദ്ദേഹം മുൻനിരയിൽ പ്രവർത്തിച്ചു. ഹെൽത്ത് കെയർ രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചു. അറ്റ്ലസ് ഹെൽത്ത് കെയർ ആശുപത്രി നിരവധി മലയാളികൾക്ക് സഹായകരമായിരുന്നു. വർഷങ്ങളുടെ അധ്വാനത്തിലൂടെ നേടിയതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്താമെന്ന കണക്കുകൂട്ടലുകളുമായി ജീവിച്ചു പോകുന്ന ആ പ്രവാസി വ്യവസായി ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് മംഗൂളിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. വൈശാലി ഉൾപ്പെടെ ഒട്ടേറെ മികച്ച സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. ഗൾഫ് നാടുകളിലെ പ്രശസ്തമായ അറ്റ്ലസ് ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന രാമചന്ദ്രൻ പിന്നീട് അറ്റ്ലസ് രാമചന്ദ്രനായി മാറിയത് അദ്ദേഹത്തിന്റെ വ്യാപാര വിജയത്തെ തുടർന്നായിരുന്നു. സിനിമാ നിർമ്മാതാവ്, നടൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശോഭിച്ച അദ്ദേഹത്തിന് ബിസിനസ്സിൽ വന്ന പിഴവുകളെ തുടർന്ന് 2015 ഓഗസ്റ്റിലാണ് ജയിലിലാകുന്നത്. 2.25 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായെങ്കിലും കോടികളുടെ കടബാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയിലേക്ക് വരാനായില്ല. തന്റെ അറ്റ്ലസ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീടുള്ള കാലമത്രയും അദ്ദേഹം. പക്ഷേ നല്ല പങ്കാളികളെ കിട്ടാത്തതിനാൽ ആ ശ്രമം വിജയം കണ്ടില്ല. പ്രശ്നങ്ങളെല്ലാം തീർത്ത് എന്നെങ്കിലും തന്റെ സ്വന്തം തൃശ്ശൂരിലേക്ക് മടങ്ങണമെന്ന മോഹം ബാക്കിയാക്കിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.